Good morning guys, welcome back to vocabulary session of today's Hindu newspaper. അപ്പോൾ ഇന്ന് 22nd of May ആണ്. 22nd of May. അപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ ആണത്. ഓക്കെ, 22nd of May. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹിന്ദു ന്യൂസ് പേപ്പർ എടുത്ത് വെക്കുക. അതിൽ എഡിറ്റോറിയൽ പേജ് എടുക്കുക. ഓക്കെ, എഡിറ്റോറിയൽ പേജിൽ രണ്ട് കോളമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയുന്ന ഈ രണ്ട് കോളം, എഡിറ്റോറിയൽ കോളം നിങ്ങൾ ജസ്റ്റ് റഫായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ആ രണ്ട് എഡിറ്റോറിയൽ കോളം ജസ്റ്റ് റഫായിട്ട് വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ കണ്ടിന്യൂ കാണുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളം ഡിസ്കസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡിങ് സേഫ്റ്റിയാണ്. Okay, and second one is fitful approach. അപ്പോൾ ഈ രണ്ട് എഡിറ്റോറിയൽ കോളം നിങ്ങളിപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ അറിയാത്ത വേർഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് വേർഡ് മീനിങ് കൂടി കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ നിങ്ങൾ ആ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ്, ഇത് എക്സ്റ്റെൻഡിങ് സേഫ്റ്റി എന്ന് പറയുന്നിട്ടുള്ള എഡിറ്റോറിയൽ കോളത്തിൽ നിന്ന് എടുത്തതാണ്. ദ ഫസ്റ്റ് വേർഡ് ഇസ് സ്റ്റാഗറിങ്. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്റ്റാഗറിങ്? സ്റ്റാഗറിങ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റംബിൾ, വോബിൾ, അല്ലെങ്കിൽ എന്താണ് അൺസ്റ്റഡി. ഓക്കെ, അൺസ്റ്റഡി, ഇങ്ങനെയൊക്കെ എന്ത് പറയും, സ്റ്റാഗറിങ്ങിൻ്റെ മീനിങ് ആണ്. ഓക്കെ, അതായത് വോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അറിയാം, നമ്മൾ എന്താ പറയുക, ഈ സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടാവില്ലേ, കിഡ്സിൻ്റെ സ്റ്റോറി ബുക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് വിബ്ലി വോബ്ലി ടൂത്ത് ഒക്കെ അല്ലേ. വിബ്ലി വോബ്ലി ടൂത്ത് എന്താണ് അത് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിബിൾ വോബിൾ, അല്ലെങ്കിൽ വിബ്ലി വോബ്ലി ടൂത്ത്, അല്ലെങ്കിൽ വിബ്ലി വോബ്ലി ടീത്ത്, അത് പറഞ്ഞാൽ എന്താണ്, ലൂസ് എന്നാണ് അർത്ഥം അല്ലേ. അതായത് ഇളകിയിട്ടുള്ള പല്ലിങ്ങനെ പറയാനായിട്ടുള്ള പല്ലുണ്ടാവില്ലേ, ഇളകിയിട്ടുള്ളത്, വിബിൾ വോബിൾ എന്നാണ് പറയാം. സോ വോബ്ലി, ദാറ്റ് മീൻസ് അൺസ്റ്റഡി ആണ്. സോ സ്റ്റംബിൾ, വോബിൾ, അൺസ്റ്റഡി, ഇതൊക്കെ എന്താണ്, സ്റ്റാഗറിങ്ങിൻ്റെ മീനിങ് ആണ്. പിന്നെ അടുത്ത വേറെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ അമേസിങ്, അമേസ്, അസ്റ്റോണിഷിങ്. അസ്റ്റോണിഷിങ് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് തന്നെയാണ് അല്ലേ, അസ്റ്റോണിഷിങ്, ഷോക്കിംഗ്. ഓക്കെ, സോ രണ്ട് മീനിങ് ആണ് സ്റ്റാഗറിങ് എന്ന് പറയുന്നത്, സ്റ്റംബിൾ, വോബിൾ, അൺസ്റ്റഡി. ഓക്കെ, അപ്പോൾ ഈ വോബിളുടെ മീനിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു ന്യൂ വേർഡ് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മാത്രം. കാരണം നമുക്കറിയാം കിഡ്സിൻ്റെ സ്റ്റോറി ബുക്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, റൈംസ്, ആ ബുക്സിൽ റൈംസിൻ്റെ ഒക്കെ ബുക്സില്ലേ, അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും വിബ്ലി വോബ്ലി ടൂത്ത് അല്ലേ. വോബ്ലി ടൂത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇളകി നിൽക്കുന്ന പല്ലില്ലേ, അതാണ് വോബ്ലി ടൂത്ത്. സോ ദാറ്റ് ഈസ് ലൂസ് എന്നാണ് അർത്ഥം, ദാറ്റ് മീൻസ് ഇറ്റ്സ് അൺസ്റ്റഡി. പിന്നെ നെക്സ്റ്റ് മീനിങ് എന്ന് പറയുന്നത് അമേസ്, അസ്റ്റോണിഷിങ്, ഷോക്കിംഗ്. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ് മിയർലി. മിയർലി എന്താണ്, വളരെ ഈസിയാണ്, ഒരുവിധം എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിയർലി എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയുക, എന്താ പറയുക, ഓൺലി, സോൺലി, സിംപ്ലി, ഇതൊക്കെ ഇതിൻ്റെ മീനിങ് ആണ്, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് മിയർലി. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, അത് ജസ്റ്റ് മിയർലി അങ്ങനെ പറയുമല്ലോ നമ്മൾ, ജസ്റ്റ്, ഓൺലി, സോൺലി, സിംപ്ലി. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാത്ത കാര്യങ്ങളാണ് അത്. ഓക്കെ, ദാറ്റ് ഈസ് മിയർലി. സോ ഇനി നെക്സ്റ്റ് വേർഡ് ഏതാണ്, ഡിഫർ. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡിഫർ? ഡിഫർ എന്ന് പറയുകയാണെങ്കിൽ പോസ്റ്റ്പോൺ, adjourn, delay. ഓക്കെ, പോസ്റ്റ്പോൺ, അഡ്ജേൺ, ഡിലേ. അപ്പോൾ ഈ അഡ്ജേൺ അറിയാത്തത് ആരെങ്കിലും ഉണ്ടോ? അഡ്ജേൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. ബിക്കോസ് നമുക്ക് എന്താണ് അഡ്ജേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചിലപ്പം ഡിഫറിൻ്റെ സിനോണിമായിട്ട് ചിലപ്പം റീഡിങ് കോംപ്രഹെൻഷനിൽ ഡിഫർ, വാട്ട് ഇസ് ദ സിനോണിം ഓഫ് ദ വേർഡ് ഡിഫർ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പോസ്റ്റ്പോണോ ഡിലേ ആയിരിക്കില്ല കൊടുക്കുക, അഡ്ജേൺ ആയിരിക്കും. പിന്നെ ബാക്കിയെല്ലാം വേറെ വേർഡ്സും ഡിഫറിൻ്റെ സെയിം മീനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക, അഡ്ജേൺ ആയിരിക്കും. അപ്പോൾ അഡ്ജേണിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ.
സോ അഡ്ജേൺ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അതായത് എന്താണ്, ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അഡ്ജേൺ. ഓക്കെ, ബ്രേക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അതാണ് അഡ്ജേൺ എന്ന് പറയുന്നത്. ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്നാണ് അഡ്ജേൺ. ഓക്കെ, സോ ഡിഫറിന്റെ മീനിങ് എന്താണ്, പോസ്റ്റ്പോൺ, അഡ്ജേൺ, ഡിലേ. അപ്പോൾ ഡിഫർ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്താ, അഡ്ജേൺ എന്നുള്ളത് പഠിക്കുക. പിന്നെ പോസ്റ്റ്പോൺ ഓർത്ത് വെക്കുക, ഡിലേ ഒക്കെ ഓർത്ത് വെക്കുക. പക്ഷേ അഡ്ജേൺ എന്ന് പറഞ്ഞാൽ ഡിഫർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടും എന്താണ്, ബ്രേക്ക്, ഒരു ബ്രേക്ക് എടുക്കുക, ഒരു എന്താ പറയുക, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക, അതാണ് എന്ത്, അഡ്ജേൺ. പിന്നെ ഈ അഡ്ജേൺ പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു വേർഡ് ഓർമ്മ വന്നത്. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സജോൺ. എന്താണ് സജോൺ? അഡ്ജേണും സജോണും തമ്മിൽ ഡിഫറൻസ്. അഡ്ജേൺ എന്ന് പറയുന്നത് ബ്രേക്ക് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ആണ്. അപ്പോൾ സജോൺ എന്ന് പറയുന്നത് എന്താണ്, ഇത് ന്യൂസ് പേപ്പറിലില്ല, ഇത് ഞാൻ എക്സ്ട്രാ തരികയാണ് കേട്ടോ. സജോൺ എന്ന് പറയുകയാണെങ്കിൽ ടെമ്പററി സ്റ്റേനെയാണ് സജോൺ എന്ന് പറയുന്നത്. ടെമ്പററി സ്റ്റേ, നമ്മൾ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും നിൽക്കുക, സ്റ്റേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സജോൺ എന്ന് പറയുന്നത്. ടെമ്പററി സ്റ്റേ. ഓക്കെ, ടെമ്പററി സ്റ്റേ ആണ് സജോൺ. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വേർഡിലോട്ട് പോവാം. ഇനോക്യുലേറ്റഡ്. സോ വാട്ട് ഇസ് ഇനോക്യുലേറ്റഡ്? ഇതൊരു മെഡിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലേ, ഇനോക്യുലേറ്റഡ്. കുത്തിവെപ്പ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് ഇനോക്യുലേഷൻ അല്ലേ. ഇനോക്യുലേറ്റഡ് അല്ലെങ്കിൽ ഇനോക്യുലേഷൻ, ഇനോക്യുലേഷൻ അല്ലെങ്കിൽ ഇനോക്യുലേറ്റഡ് എന്നൊക്കെ പറയുന്നത്, ഇനോക്യുലേഷൻ, ഇനോക്യുലേറ്റഡ് എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, വാക്സിനേഷൻ, അങ്ങനെയൊക്കെ പറയാം. ഇനോക്യുലേറ്റഡ്, ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ. ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അല്ലേ, ബിക്കോസ് COVID-19 വാക്സിനേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ. അല്ലെങ്കിലും ഇതധികം ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇനോക്യുലേറ്റഡ്. കാരണം എപ്പോഴും കുത്തിവയ്പ്പിനെ കുറിച്ചൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, പൾസ്, അങ്ങനെ എന്താ കുട്ടികളുടെ ഇനോക്യുലേഷൻ, കുട്ടികൾക്ക് നമ്മൾ കുത്തിവയ്പ്പ് നടത്തുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ന്യൂസ് റിലേറ്റഡ് ന്യൂസൊക്കെ എപ്പോഴും എന്താണ്, ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ ഇനോക്യുലേറ്റഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ് ന്യൂസ് പേപ്പറിൽ വരുന്നത്. ഓക്കെ, ഇനോക്യുലേറ്റഡ് അല്ലെങ്കിൽ ഇനോക്യുലേഷൻ എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ ആണ് എന്ത്, ഇനോക്യുലേറ്റഡിൻ്റെ മീനിങ്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് വേർഡിലോട്ട് പോവാം. ഫെറോസിറ്റി. ഫെറോസിറ്റി കുറച്ചും കൂടി ഫെമിലിയർ അല്ലേ, നമുക്കറിയാം. ഫെറോഷ്യസിൻ്റെ മീനിങ് നമുക്കറിയാം അല്ലേ. ഫെറോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വയലൻ്റ് ആയിട്ടുള്ളത്, ഫെറോഷ്യസ് ആയിട്ടുള്ള ആനിമൽ എന്നൊക്കെ പറയില്ലേ. ദാറ്റ് മീൻസ് ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള ആനിമൽ അല്ലേ, ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആനിമൽ. സോ ദാറ്റ് ഈസ് ഫെറോഷ്യസ്. അപ്പോൾ ബീയിങ് ഫെറോഷ്യസ് ആണ് എന്ത്, ഫെറോസിറ്റി എന്ന് പറയുന്നത്. അതായത് ബീയിങ് ഫെറോഷ്യസ്, നമ്മൾ ഫെറോഷ്യസ് ആവുന്നതിനെയാണ് ഫെറോസിറ്റി എന്ന് പറയുന്നത്. ബീയിങ് ഫെറോഷ്യസ്. ഓക്കെ, ബീയിങ് ഫെറോഷ്യസ്, സ്പെല്ലിംഗ് OUS, ഫെറോഷ്യസ്. ബീയിങ് ഫെറോഷ്യസ് ആണ് ഫെറോസിറ്റി. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് കൊടുത്തിന്. ഓക്കെ, അതിന് മീനിങ് വരികയാണെങ്കിൽ ബീയിങ് ഫെറോഷ്യസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വയലൻസ്. ഇതാണ് കോമൺ ആയിട്ടുള്ള വേർഡ് കേട്ടോ, വയലൻസ്. പിന്നെ ബ്രൂട്ടാലിറ്റി, ബ്രൂട്ടാലിറ്റി. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫെറോസിറ്റി എന്ന് പറയുന്നത്. ഫെറോഷ്യസ് ആവുന്നതിനെയാണ് നമ്മൾ ബീയിങ് ഫെറോഷ്യസ് ആണ്, അതെന്താണ്, ഫെറോസിറ്റി, അതായത് വയലൻസ്, ബ്രൂട്ടാലിറ്റി ഒക്കെ. പക്ഷേ ഇവിടെ നമ്മൾക്കിതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട്. എന്താണ്, ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് എക്സ്റ്റെൻഡിങ് സേഫ്റ്റി എന്ന് പറഞ്ഞ കോളം അല്ലേ, അതിനകത്തൊരു സെൻറ്റൻസ് ഉണ്ട്. ഇറ്റ് വാസ് ദ ഫെറോസിറ്റി ഓഫ് ദ സെക്കൻഡ് വേവ് ദാറ്റ് കോസ് ദ ഗവൺമെൻറ് ടു പാനിക് ആൻഡ് ഫ്രീ അപ്പ് വാക്സിൻ സപ്ലൈ. ഓക്കെ, അതായത് ഇറ്റ് വാസ് ദ ഫെറോസിറ്റി ഓഫ് ദ സെക്കൻഡ് വേവ്. സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞാൽ കോവിഡ് സെക്കൻഡ് വേവ്. സോ ഇറ്റ് വാസ് ദ ഫെറോസിറ്റി ഓഫ് ദ സെക്കൻഡ് വേവ് ദാറ്റ് കോസ് ദ ഗവൺമെൻറ് ടു പാനിക് അല്ലെ, ഗവൺമെൻറ്റിനെ പാനിക് ആക്കിയത് എന്താണ് കോവിഡ് സെക്കൻഡ് വേവിൻ്റെ ആ ഫെറോസിറ്റിയാണ്. അപ്പോൾ എന്താണ്, കോവിഡ് സെക്കൻഡ് വേവിൻ്റെ വയലൻസ് ആണോ, അത് നമുക്ക് എന്ത് പറയും, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മീനിങ് എന്താവാം, ഇൻറ്റൻസിറ്റി ആവാം. ഓക്കെ, സോ ഇതിൽ ഈ ഒരു എഡിറ്റോറിയൽ കോളത്തിൽ ഫെറോസിറ്റി എന്ന് പറയുന്നത് ആ ഒരു കോവിഡ് സെക്കൻഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വേർഡ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലേ, ഫെറോസിറ്റി. ഇനി നെക്സ്റ്റ് വേർഡ് നോക്കാം, എക്സോഡസ്. എക്സോഡസും ഭയങ്കര കോമൺ ആയിട്ടുള്ള വേർഡാണ്, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. എന്നാലും ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുന്ന് മുതൽ ഈ എക്സോഡസ് മുതൽ മറ്റേ ഫിറ്റ്ഫുൾ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഇല്ലേ, എഡിറ്റോറിയൽ കോളം, ഫിറ്റ്ഫുൾ അപ്രോച്ച്.
ഫിറ്റ്ഫുൾ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ കോളത്തിൽ നിന്നാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വേർഡ്സ് ഒക്കെ. ഓക്കെ, സോ എക്സോഡസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിലേക്ക് നമ്മൾ ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യാണ്, മൈഗ്രേറ്റ് ചെയ്ത് പോകുമല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്, എക്സോഡസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ എക്സോഡസിനെ അങ്ങനെയാണ് പറയുക, അതായത് എ മാസ് ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ ആണ്. A mass departure of people, അതിനെയാണ് എന്ത് പറയുന്നത്, എക്സോഡസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മൈഗ്രേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, മൈഗ്രേഷൻ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം, ലീവിങ്. അവരവിടെ വിട്ടിട്ട് പോവുക, ഒരു രാജ്യത്ത് നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആ മാസ് ഡിപ്പാർച്ചർ ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എക്സോഡസ് എന്ന് പറയാം, മൈഗ്രേഷൻ, ലീവിങ്. അല്ലെങ്കിൽ ഇതിന് വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ വിത്ഡ്രോവൽ, വിത്ഡ്രോ ചെയ്ത് പോവുക, വിത്ഡ്രോവൽ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഫിറ്റ്ഫുൾ അപ്രോച്ച് എന്ന് പറയുന്ന എഡിറ്റോറിയൽ കോളത്തിൽ നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ അതിലൊരു സെൻറ്റൻസ് ഉണ്ട്, ബട്ട് ആൻ ഇൻറ്റൻസ് ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ദിസ് ഡിസിഷൻ ട്രിഗറിങ് ആൻ എക്സോഡസ് ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് ടു റൈവൽ പ്ലാറ്റ്ഫോംസ് സച്ച് ആസ് സിഗ്നൽ forced WhatsApp to push the update to May 15. So, but an intense backlash against this decision, triggering an exodus of its users, exodus of its users to rival platforms. Rival platforms എന്ന് പറഞ്ഞാൽ എന്താണ്, റൈവൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലാറ്റ്ഫോംസ്, അതായത് വാട്സാപ്പിൽ നിന്ന് എന്ത് ചെയ്യാണ്, സെയിം പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാണ്, മാറുകയാണ് അല്ലേ, ലൈക്ക് സിഗ്നൽ ആപ്പ് പോലത്തുള്ള ആപ്പിലോട്ട്, അതിനെ സേഫ്റ്റി നോക്കിയിട്ട്. സോ റൈവൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, റൈവൽ പ്ലാറ്റ്ഫോംസ്, റൈവൽ മീൻസ് സിമിലർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരേപോലത്തെ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരേ ഇതിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോംസ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ മീനിങ്, കോമ്പറ്റീറ്റർ. ഓക്കെ, കോമ്പറ്റീറ്റർ, അതായത് സിഗ്നലും വാട്സാപ്പൊക്കെ ഏതാണ്ട് ഒരേ ഇതിലല്ലേ നിൽക്കുന്നത്. സോ കോമ്പറ്റീറ്റർ, സിഗ്നലും വാട്സാപ്പും അവരെന്താണ്, വാട്സാപ്പിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആണ് സിഗ്നൽ ആപ്പ് അല്ലേ. സോ ബട്ട് ആൻ ഇൻറ്റൻസ് ബാക്ക്ലാഷ് അഗെയിൻസ്റ്റ് ഡിസിഷൻ ട്രിഗറിങ് ആൻ, അപ്പോൾ അതെന്താണ് ട്രിഗർ ചെയ്തത്, ട്രിഗറിങ് ആൻ എക്സോഡസ് ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് ടു റൈവൽ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പം എക്സോഡസ് എന്ന് പറയുന്നത് എന്താണ്, അത് വിട്ടിട്ട് അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്, റൈവൽ പ്ലാറ്റ്ഫോം, സെയിം കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം സച്ച് ആസ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ ഫിറ്റ്ഫുൾ അപ്രോച്ചിൻ്റെ ഫിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എക്സോഡസ് ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് മീനിങ് എന്ന് പറയുന്നത് പെർട്ടിനൻ്റ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർട്ടിനൻ്റ്? പെർട്ടിനൻ്റ് എന്ന് പറയുകയാണെങ്കിൽ റെലവൻറ്റ്, അപ്പോസിറ്റ്, ഓപ്പോസിറ്റ് അല്ല കേട്ടോ, അപ്പോസിറ്റ് എ. ഓക്കെ, പിന്നെന്താണ് അപ്രോപ്രിയേറ്റ്, പിന്നെന്ത് പറയാം, പെർട്ടിനൻ്റ്, സ്യൂട്ടബിൾ, സ്യൂട്ടബിൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ റെലവൻറ്റ്, അപ്പോസിറ്റ്, അപ്രോപ്രിയേറ്റ്, സ്യൂട്ടബിൾ. സ്യൂട്ടബിൾ അതായത് ഒരു സർക്കംസ്റ്റൻസസിൽ ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് പെർട്ടിനൻ്റ്. ആപ്റ്റ് ഇൻ ദ സർക്കംസ്റ്റൻസസ്, ആപ്റ്റ്. ആപ്റ്റ് ഇൻ ദ circumstances. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, റെലവൻറ്റ് എന്ന് പഠിക്കാം, വേണമെങ്കിൽ അപ്പോസിറ്റ് എന്നും കൂടി പഠിച്ചോ. അപ്പോൾ എന്തായി, പെർട്ടിനൻറ്റിൻ്റെ മീനിങ്ങും പഠിച്ചു, അപ്പോസിറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും പഠിച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പെർട്ടിനൻറ്റ് മീനിങ് അപ്പോസിറ്റ് എന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് രണ്ടിൻ്റെ മീനിങ് എന്താണ്, ഒരു റെലവൻറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റൻസസിന് ആപ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സർക്കംസ്റ്റൻസസിന് റെലവൻ്റ് ആയിട്ടുള്ളത്, ആ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ളത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സോ പെർട്ടിനൻറ്റും പഠിക്കുക. നിങ്ങൾ ഇതിൻ്റെ ഈ പെർട്ടിനൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പെർട്ടിനൻറ്റും പഠിക്കുക, അപ്പോസിറ്റും പഠിക്കുക. അപ്പോൾ രണ്ട് വേർഡിൻ്റെ മീനിങ് നമ്മൾ കവർ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ക്വസ്റ്റ്യൻസ് ബിക്കം ഈവൻ മോർ പെർട്ടിനൻറ്റ്
WhatsApp has reportedly said in its affidavit that it is being singled out. So these questions become even more pertinent, even more apt in this situation, or these questions become even more relevant എന്നാണ് ഇതിൻ്റെ meaning. Got it? Okay. ഇനി next word, hurdle. So what is the meaning of hurdle? വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനൊക്കെയാണ് നമ്മൾ ഹേർഡിൽ എന്ന് പറയാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണ്, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഒബ്സ്റ്റക്കിൾസ് ഓർ പ്രോബ്ലം ഓർ ഡിഫിക്കൽട്ടി അല്ലേ, നമുക്ക് ഓവർകം ചെയ്യേണ്ട കുറച്ച് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്, ഒബ്സ്റ്റക്കിൾസ്, അതിനെയാണ് ഹേർഡിൽ എന്ന് പറയാം. ഗോട്ട് ഇറ്റ്? ഈ ഒരു ഹേർഡിൽ ഞാൻ എടുത്തിരിക്കുന്നത് ആ രണ്ട് എഡിറ്റോറിയൽ കോളത്തിൽ നിന്നല്ല, അല്ലാത്ത വേറൊരു കോളമില്ലേ, ദ എയ്ഡ്സ് ഫൈറ്റ് ഓഫ് റൈറ്റ് സൈഡിലെ ഒരു ഇതില്ലേ എഡിറ്റോറിയൽ പേജിൽ തന്നെ ദ എയ്ഡ്സ് ഫൈറ്റ് ഓഫേഴ്സ് എന്ന് തുടങ്ങുന്ന ഒരു എഡിറ്റോറിയൽ കോളം ഉണ്ട്, മീൻസ് ഇതുണ്ട്. അതിനകത്താണ് ഈ ഹേർഡിൽ എന്ന് പറഞ്ഞ വേർഡ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, ദർ ആർ റെക്കഗ്നൈസ്ഡ് വേസ് ടു ഓവർകം ദ പേറ്റൻസ് ഹേർഡിൽ എൻഷുറിംഗ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ബൂസ്റ്റിംഗ് ദ COVID-19 ബാറ്റിൽ. സോ ദർ ആർ റെക്കഗ്നൈസ്ഡ് വേസ്. അപ്പം ഇങ്ങനെ ഒരു പേറ്റൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ്, അത് വാക്സിൻ പേറ്റൻസ്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അതിനകത്ത്. ഓക്കെ, സോ അപ്പോൾ എന്താണ് ആ പേറ്റൻസ് ഹേർഡിൽ, ആ പേറ്റൻസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു പ്രോബ്ലംസ് ഡിഫിക്കൽട്ടീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ ദർ ആർ റെക്കഗ്നൈസ്ഡ് വേസ് ടു ഓവർകം ദ പേറ്റൻസ് ഹേർഡിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ അതെന്നാണ് ഞാൻ ആ ഹേർഡിൽ എന്ന് പറഞ്ഞ വേർഡ് എടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വേർഡ് സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നേഷനും എന്താണ് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു വേർഡാണ് സ്റ്റാഗ്നേഷൻ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു. ലൈക്ക് മൂവ് ചെയ്യാത്തതിനാണ് നമ്മൾ സ്റ്റാഗ്നേഷൻ അല്ലേ. സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത വെള്ളമില്ല, അതാണ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ. അല്ലെങ്കിൽ എന്താ സ്റ്റേറ്റ് ഓഫ് നോട്ട് ഫ്ലോയിങ്, അത് വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം എന്താണെങ്കിലും ഏതൊരു മെറ്റീരിയലിനാണെങ്കിലും നമ്മൾ എന്ത് പറയും, സ്റ്റാഗ്നേഷൻ യൂസ് ചെയ്യും. സ്റ്റേറ്റ് ഓഫ് നോട്ട് ഫ്ലോയിങ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഓഫ് നോട്ട് മൂവിങ്. Okay, so that is the meaning of stagnation, state of not flowing or moving. ഇനി നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് വേർഡാണ്. ഞാൻ പറയില്ലേ ഫിറ്റ്ഫുൾ അപ്രോച്ച്. ഫിറ്റ്ഫുൾ അപ്രോച്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫിറ്റ്ഫുൾ എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ഇറഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫിറ്റ്ഫുൾ. അതായത് അൺഈവൻ ആയിട്ടുള്ളത്, അൺഈവൻ അല്ലെങ്കിൽ ഇറഗുലർ ആക്ടിവിറ്റി. ഓക്കെ, ഇറഗുലർ ആക്ടിവിറ്റി, അൺഈവൻ. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇൻ്റർമിറ്റൻ്റ്ലി എന്ന് വേണമെങ്കിലും പറയാം. ഇൻ്റർമിറ്റൻ്റ്ലി നമുക്കറിയാം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് അല്ലേ, ഇൻ്റർമിറ്റൻ്റ്ലി. ഓക്കെ, ഇൻ്റർമിറ്റൻ്റ്ലി. അല്ലെങ്കിൽ ഇതിന് വേറൊരു വേർഡ് ഉണ്ട്, അത് പഠിച്ചാൽ നന്നായിരിക്കും, സ്പാസ്മോഡിക്കലി. ഓക്കെ, സ്പാസ്മോഡിക്കലി. അപ്പോൾ ഇതൊക്കെ എന്താണ്, നിങ്ങൾക്ക് സിനോണിംസ് ചോദിക്കുകയാണെങ്കിൽ ഫിറ്റ്ഫുൾ, സ്പാസ്മോഡിക്കലി. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒരേ മീനിങ് ആണ്. ഇൻ്റർമിറ്റൻ്റ്ലി, അതായത് ഇറഗുലർ ആയിട്ട്, അൺഈവൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഫിറ്റ്ഫുൾ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിലാണ്. മനസ്സിലായോ? സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വൊക്കാബുലറി സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം വൊക്കാബുലറി സെഷനിൽ അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് പേപ്പർ വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് റീസണിങ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, പിന്നെന്താ, നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ എന്താ ജസ്റ്റ് ഇങ്ങനെ ഒരു 2 എഡിറ്റോറിയൽ കോളമെങ്കിലും എന്ത് ചെയ്യുക, എടുത്തിട്ട് വായിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിനൊരു എന്താ പറയുക, ജസ്റ്റ് ഗ്രാമർ റൂൾസ് പഠിക്കുന്നത് നല്ലതാണ്. അല്ലാതെ വേറൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ആവശ്യമില്ല. ആക്ച്വലി നിങ്ങളിങ്ങനെ എന്താ പറയുക, ഓരോ വേർഡ് മീനിങ്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കോംപ്രഹെൻഷനൊക്കെ പെട്ടെന്ന് സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും. കാരണം നമ്മൾക്ക് അർത്ഥം മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഒരുവിധം നിങ്ങൾ ഡെയിലി ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും
ഞാൻ 2-3 ആഴ്ചയായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുക നമ്മൾ വായിക്കുന്ന സമയത്ത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഗ്രാജുവലി നമ്മൾക്ക് എന്താവും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല പെട്ടെന്ന്. പക്ഷെ നിങ്ങളൊരു എറർ സ്പോട്ടിംഗ് ആവട്ടെ, ഈവൻ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാമർ റൂൾസ് അറിയില്ലെങ്കിൽ പോലും, നമ്മൾ ആ ഗ്രാമർ റൂൾസ് നിങ്ങൾ അതിൻ്റെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എറർ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്ട്രക്ചർ തെറ്റാണ്, ഇങ്ങനെ വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡെയിലി റീഡിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ്, എക്സാം എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പഠിക്കാൻ ആർക്കെങ്കിലും ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും ആലോചിക്കണം. നിങ്ങൾ ജസ്റ്റ് ഡെയിലി എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എക്സാം എപ്പോൾ വേണമെങ്കിലും വരട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എസ്പെഷ്യലി ഇംഗ്ലീഷ് റീഡിംഗ് ഇല്ലേ, അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എക്സാം ഡേറ്റ് വന്നിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡെയിലി നിങ്ങൾ എന്താ പറയുക എന്താ പറയുക ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് രാവിലെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ഈ എഡിറ്റോറിയൽ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിൻ്റെ കൂടെ ഈ 10 എൻ്റെ വീഡിയോയും കാണുക. എന്നിട്ട് ആ 10 വേർഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി റീസണിങ് സെഷനിൽ കാണാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട്. ഓക്കെ, സോ ടിൽ ദെൻ ദിസ് ഇസ് ദീപ്തി സൈനിങ് ഓഫ് ഫ്രം ക്രാക്ക് വിത്ത് ജാക്ക് മലയാളം ചാനൽ. ബൈ.